പ്രൈസ് ദി ലോർഡ്. ഐശ്വര്യമായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ഹല്ലേലൂയ ഇവിടെ വിലപ്പോകത്തില്ല. ദൈവസന്നിധിയിൽ ശക്തമായിട്ട് ഹല്ലേലൂയ പറയണം. You must say a hallelujah with strength in the presence of God. എല്ലാവരും കരങ്ങളെ ഉയർത്തി എന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Can you all lift your hands and say hallelujah? നിങ്ങളുടെ അസുഖമൊക്കെ ഒന്ന് മാറട്ടെ. Lord, your diseases be gone. നിങ്ങളുടെ രോഗബന്ധനങ്ങളൊക്കെ നഴിയട്ടെ. That every disease be taken away. ഹൃദയത്തിൽ നിന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ രോഗബന്ധനങ്ങൾ ഒഴിയും. If you say hallelujah from your heart, every disease will be broken. ഞാൻ അത് അനുഭവിച്ചാൽ അതുകൊണ്ട് അനുഭവത്തിൽ കൂടി ശുശ്രൂഷിക്കുക. I know it, so I'm going to minister to you through my experience. നമ്മളെല്ലാം സന്തോഷമാണ്. Are you all happy? കൈ കൊടുത്തേച്ചും പറ, എനിക്കിന്ന് സന്തോഷമാണ്. Lift your hands and say, I'm happy today. മുഖത്ത് നോക്കി പറയണം കേട്ടോ. Look at the face of your neighbor and say, താഴത്തേക്ക് ഇട്ട് പറയാം, ഞാൻ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്ന ആളാ. I'm a person who walks around, runs around. Don't put your hand down and say hallelujah. ദാനമായിട്ട് തന്ന ഒരു കാലം എൻ്റെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. One of my legs is a left leg given by gift of God. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോകേണ്ടതാ, കർത്താവ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. It should have been destroyed, but the Lord sustained it as a gift. അതുകൊണ്ട് നിന്ന് ശുശ്രൂഷിക്കാൻ എനിക്ക് പറ്റത്തില്ല. So I cannot stand and minister. അത് കഴിഞ്ഞ് ഓടി നടന്ന് ശുശ്രൂഷിക്കും. So I have to run around and minister. അത് ദൈവത്തിന്റെ കൃപയാ. It is a grace of God. എന്നോട് ചേർന്ന് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ, If you go with me, ദൈവം ചിലരോട് സംസാരിക്കും. God will speak to some of you. നിങ്ങൾ ഉള്ളത്തെ ദൈവസന്നിധിയിലേക്ക് പകർന്നാൽ, If you give your heart to God, എന്റെ ദൈവം ഉള്ളത്തെ നിറച്ചു തരുന്നവൻ. my God will fill your inner man. നീ കാലിപാത്രമായിട്ടാണോ വന്നിരിക്കുന്നത്? Have you come as an empty vessel? പരിശുദ്ധാത്മാവിന്റെ എണ്ണ പകർന്നത് നിറച്ച് കവിഞ്ഞൊഴുകിയതിനെ വിടുക. The Holy Spirit will fill you and it will overflow. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നീ ശൂന്യമല്ലാത്ത പാത്രമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വന്നതുപോലെ പുറത്തേക്ക് പോകും. ദൈവത്തിനായി ഉത്തരവാദിയല്ല. But if you have something in your heart, you will have to go back as you came. God is not responsible. Hallelujah. എണ്ടത്തില്ല. Praise the Lord. എണ്ടത്തില്ല. Hallelujah. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. Jesus said, I'm standing at the door and knocking. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. If anybody opens their heart, I will have supper with them. ഇന്ന് എന്റെ കർത്താവിനോട് അത്താഴം കഴിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. Today we came to have supper with the Lord. നമ്മളെ കൊടുത്ത് ദൈവത്തിന് പ്രാപിക്കാൻ വന്നിരിക്കുക. We have come to give to the Lord and receive. എത്ര പേര് ദൈവത്തിന് കൊടുക്കും? How many people give to the Lord? കൊടുത്താൽ അനുഗ്രഹമാണ്. If you give, you'll be blessed. പൈസ കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. Not talking about giving money. നിന്നെ മൊത്തമായിട്ട് ദൈവത്തിന് കൊടുക്കണം. Give yourself to the Lord. അപ്പോഴാ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ. Then the work of the Lord will work in your life. ഹല്ലേലൂയ. ദൈവദാസൻ വചനം പ്രഘോഷിക്കുന്നതുകൊണ്ടല്ല. Not because the man of God preaches the word. വചനം നീ ഏറ്റെടുക്കുന്നതുകൊണ്ട് അനുഗ്രഹം. Because you take the word of God. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് ചെല്ലണം. It must go into the deepest part of your heart. അതിന് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായ എല്ലാം അവിടെ പുറത്തേക്ക് പോകണമെന്ന്. Whatever stands against the work of God must be taken away from your life. പുറത്തേക്ക് പോയാൽ ദൈവം അങ്ങോട്ട് കയറും. If the dirty things go out, God will go in. നിന്നെ പ്രവർത്തിക്കുന്ന ശത്രുവല്ല, എൻ്റെ യേശുവാ പ്രവർത്തിക്കുന്നത്. Then it is Jesus who works in your life. Hallelujah. എത്ര പേർക്ക് യേശു പ്രവർത്തിക്കണം? How many people want Jesus to work? Amen. എല്ലാവർക്കും വേണം. Everybody wants. എത്ര പേര് യേശുവിന് ഹൃദയം പകർന്നു കൊടുക്കും? How many of you will give your heart to Jesus? Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇവിടെ അത്ഭുതമെല്ലാം നടന്നോളും തന്നെത്താനെ. Miracles will happen automatically. ആന്റണി പാഷ, ബിജു പാഷ തലക്ക് വെച്ചാൽ അത്ഭുതമൊന്നും വേണ്ട. You don't, any man of God doesn't need a name for that. നിങ്ങൾക്ക് വിടുതല വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോട് ആയിരിക്കും. If you want a deliverance, you must be in prayer. നിങ്ങളുടെ ശുശ്രൂഷയല്ലേ ശ്രദ്ധിക്കേണ്ട, വചനം ശ്രദ്ധിക്കണം. Don't look at the ministry, look at the word. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. 23 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം. Psalms 23:1. The Lord is my shepherd. Hallelujah. വായിച്ചേ. Please read it. The Lord is my shepherd, I shall not want. നെഞ്ചത്ത് കൈവച്ചും പറ, യഹോവന്റെ ഇടയനാണ്. Please put your hand on your chest and say, the Lord is my shepherd. മുട്ടുള്ളവരും പറഞ്ഞേക്കണം. Those who have a knee also must say. കർത്താവിന്റെ ദാസനായ ദാവീദ് മുട്ടില്ലാഞ്ഞിട്ടല്ല പറഞ്ഞത്, അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. David, it is not because he did not have a problem, he said it by faith. എന്റെ യേശുവിനോട് ചേർന്നാൽ പിന്നെ എനിക്കൊന്നിനും മുട്ടില്ലെന്ന്. If I stand with my Jesus, I lack nothing. ഒന്നിനും മുട്ടില്ലാത്തതുകൊണ്ട് അമേരിക്ക വന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. I came to America because I have no need, I don't lack anything. മുട്ടുണ്ടായിരുന്ന കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. When you had a problem, I had a problem, I could not do anything. യേശുവിനോട് ചേർന്നപ്പോൾ അർഹിക്കാത്ത സ്ഥാനത്ത് വരുവാനിടയെത്തി. But when I was attached to Jesus, I came to a place which I did not naturally want or need. യാതൊരു പരിചയമില്ലാത്ത ജനത്തിന്റെ നടുവിൽ മാറ്റമില്ലാത്ത വചനം സംസാരിക്കാൻ കൃപ. I am able to preach to the people I never knew
the unchanging word of God. ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ വന്നതല്ല. I did not come to preach the word of God. ഹല്ലേലൂയ. Hallelujah. ഞാൻ പ്രസംഗം കേട്ട് അനുഭവിച്ച് സന്തോഷത്തോടെ പോകാൻ വന്നത്. I came to receive and go in happiness. ഞാൻ പോകാന്ന് പറഞ്ഞിരുന്ന ചർച്ചിൽ അവിടെ ഫംഗ്ഷൻ നടക്കുക, അവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്. The church where I supposed to go, there is a function going on and there is food and all that. ഞാൻ അത് പോകണ്ടെന്ന് വെച്ചു. But I decided not to go. ഇവിടെ നിന്ന് പോയപ്പോഴേ ഒരു ദൂതാ വന്നത്. From the yesterday when I went itself, the Lord gave me a word. എങ്ങും പോയില്ലെങ്കിൽ എങ്ങും പോകുന്നില്ലെങ്കിൽ നാളെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. If you are not going anywhere, give a call. ഞാൻ വിളിച്ചില്ല. I didn't call. വിളിച്ചതൊരു സഹോദരിയാണ്. But somebody else called. Hallelujah. It was God's plan. ഹല്ലേലൂയ. Hallelujah. ഞാൻ പറഞ്ഞ കർത്താവിന്റെ ദാസനോട് വിളിച്ചു പറ, അല്ലാതെ ഒരു പണി നടക്കത്തില്ല. So I told the sister, you call the man of God, otherwise I am not coming. ഞാൻ ഒരു സഭയെ നയിക്കുന്നവനാണ്. I am somebody who leads a church. സഭയിലെ ദൈവാസൻ അറിയാതെ, Without the man of God knowing. വിസിറ്റിംഗ് വന്ന ഒരു ദൈവാസനം ഒരിടത്തും പോയി ഒന്നും ചെയ്യാൻ പാടില്ല. No visiting pastor must go to any home without telling the man of God in the church. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവദാസന്മാരെന്ന് പറഞ്ഞാൽ പരിജ്ഞാനം ഉള്ളവരായിരിക്കണം. Men of God must be men of wisdom. ഹല്ലേലൂയ. Hallelujah. എങ്ങനെയെങ്കിലും കയറി വിസിറ്റിങ്ങിന് വന്നിട്ട് പൈസ ഉണ്ടാക്കി പോകാൻ വന്നതല്ല ഞാൻ. I did not come to somehow get into your homes and make money and go. എന്നാൽ എനിക്കും ആവശ്യങ്ങളുണ്ട്. Of course I have needs. ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് എൻ്റെ യേശുവിന്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കുക The എന്നുള്ളതാണ്. biggest mission is to preach the testimony of my Jesus. നീ ഭൂലോകമെങ്ങും എൻ്റെ സാക്ഷികളാകാനാ കർത്താവ് പറഞ്ഞു. The Lord told us to go and be witnesses of him all over the world. അതുകൊണ്ട് എൻ്റെ യേശു എനിക്ക് ഇടയനായ നാൾ മുതൽ ഇന്ന് വരെ അവന്റെ സാക്ഷ്യത്തെ ഞാൻ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ്. So from the day he was my shepherd, I've been declaring the wonders of my ഞാൻ God. മാത്രമല്ല, എനിക്ക് തന്ന 3 തലമുറകളും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Not only me, but my 3 children are also doing the same thing. ഞങ്ങളെല്ലാം പഠിച്ചത് ഒരു സ്കൂളിലാണ്. We all studied in the same Bible school. ഗ്രാജുവേറ്റ് ചെയ്തത് ഒരു സ്കൂളിലാണ്. We graduated from the same school. പ്രസംഗിക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ 4 പേരും പ്രസംഗിച്ചു. We the 4 of us have preached from the same pulpit. അത് Hallelujah. എൻ്റെ ദൈവം ദാനമായിട്ട് തന്ന കൃപയാ. It is something my God gave to me as a gift. അത് എല്ലാ ദൈവദാസന്മാർക്കും കിട്ടുന്ന കൃപയല്ല. It doesn't get, every man of God won't get it. പ്രത്യേക ദൗത്യത്തിൽ ദൈവം ദാനം തരുന്ന കൃപയാ. ആ കൃപ വിട്ടു പോകരുത് നമ്മുടെ ജീവിതത്തിൽ. Oh, in a particular thing God has given that grace, we must not go out of it. ഫ്ലോറിഡ എന്ന് വന്നാൽ അവരെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. I was very happy when I prayed for the family in Florida. എന്താണെന്നറിയാവോ? You know why? അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ ദൈവം ചിലത് കണ്ടേച്ചു എടുത്തു. Oh. Even before he was born in his mother's womb, God had seen something and put him in the womb. യിരെമ്യാ പ്രവചനം അതിന്റെ 1-4-5 വാക്യം ഒന്ന് വായിച്ചട്ടെ. Read Jeremiah 1:4 and 5. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Thank you, Jesus. Hallelujah. നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. എത്ര പേര് ഹല്ലേലൂയ പറയും? ജാതികൾക്ക്, വിശ്വാസികൾക്കല്ല, ജാതികൾക്ക് പ്രവാചകനായി ഞാൻ അവനെ വിളിച്ചിരിക്കുന്നു. Vilia. I have called you as a prophet to the nations. I have known you and separated you even before you were in your mother's womb. വെറുതെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചതല്ല. He didn't call you just like അതിന്റെ that. 9-10 കൂടി വാക്യം വായിക്കും. Read 9 and 10 also. വായി തൊട്ടിട്ട് നിന്റെ വചനങ്ങളെ നിന്റെ ഉള്ളിലേക്ക് തരിക. Hallelujah. നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിവാനും നടുവാനും വേണ്ടി ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചില്ലേ. അമേരിക്കയിലല്ല ആക്കി വെച്ചിരിക്കുന്നത്, രാജ്യങ്ങൾ പലയിടം ഉണ്ട്. അതുകൊണ്ട് കുടുംബമായിട്ട് നിനക്ക് തന്ന തലമുറകളെ കൂടി ഞാൻ നിന്റെ കൂടെ ചേർന്ന് ഒരു സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ദൂതറിയിക്കുക. Can you lift your hands and praise the Lord? നിനക്ക് തരുന്ന തലമുറകളെല്ലാം ദൂതുവാകനായിട്ട് പലയിടത്ത് കറങ്ങി വരുന്ന അവസ്ഥ എന്റെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദർശിക്കുക. That is the word God is giving to this precious family. They have been separated even before the family was in their അത് മുഖാന്തരമുള്ള നന്മ നീ പ്രാപിക്കുമ്പോൾ ആനന്ദ കണ്ണീർ ദൈവത്തിനോട് ന്യായത്തിന് യോഗ്യനാണോ എന്ന് ചോദിക്കും. He and his family will stand on a stage and praise the Lord, and when they see that, they will ask the Lord, Lord, I am not worthy of this. Hallelujah. എന്റെ ഹൃദയം എന്നൊക്കെ നിറയട്ടെ. Let your heart be filled. കണ്ണുനീര് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. Let tears of gratitude come from your heart. എന്റെ ദൈവം കണ്ണുനീരിനെ കണ്ട് മാനിക്കുന്ന ദൈവമാണ്. My God is a God who honors tears. നീ വന്നതുപോലെയല്ല സമാധാനം സന്തോഷം പകർന്ന് നിന്നെ ഭവനത്തിലേക്ക് വിടത്തുള്ളൂ.
You will go back in happiness and joy when you go back. ഏലീശാനെ പോലെ ഇരട്ടി കൃപയുണ്ട് കേട്ടോ. Oh. കടന്നു പോണെങ്കിൽ ഏലിയാവ് കൂട്ടത്തിൽ പോകണം. Hallelujah. യോർദാൻ കിടക്കണമെങ്കിൽ ഏലിയാവ് കൂട്ടത്തിൽ പോകണം. പക്ഷെ മടങ്ങി വരുമ്പോ ഏലിയാവ് വേണ്ട, ഏലിയാവിന്റെ പുതപ്പ് നിനക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അവിടെ യോർദാനി മടങ്ങി വന്നേച്ചും ചോദിച്ച ഏലിയാവിന്റെ പുതപ്പ് എവിടെയെന്നാ ചോദിച്ചു. അതുപോലെ ചോദിച്ചു പോകുമ്പോൾ നീ പലയിടത്ത് പലത് കാണും. പല യോർദാനും നിനക്ക് പിന്മാറും. നിന്റെ കൃപയുടെ പുതപ്പെടുക്കാൻ പലരും അത് വലിച്ചു പിടിക്കാൻ വരും. പക്ഷെ എന്റെ തമ്പുരാൻ വിട്ടുകൊടുക്കത്തില്ല. അത് വിട്ടുകൊടുക്കത്തില്ല. അത് നിനക്ക് തന്നെ തന്നതാ. അത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തന്നതാ. നീ പറയുന്നത് അതുപോലെ തന്നെ സംഭവിക്കാൻ പോകുക. നീ സഭയിൽ വിളിച്ചു പറയുന്നതെല്ലാം സംഭവിക്കാൻ സമയമായി. Whatever is being spoken of in this church prophetically is about to happen. God is blessing this man with a double portion. It is already upon him. നീ വിളിച്ചു പറയാൻ മടിക്കുന്ന കൂട്ടത്തിലാ. You are somebody who doesn't talk much. തമ്പുരാൻ പറയുന്നു ഏലീശക്ക് ഇരട്ടി കൃപയുണ്ട്, അതുപോലെ നീ ഇരട്ടി കൃപയായിട്ട് എഴുന്നേൽക്കണം. But the Lord says you must get up with double the anointing and grace. നീ ഇരിക്കുന്നിടത്ത് നിന്ന് കാലൂന്നി നിവരെ നിന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ. You stand where you are standing with strength. നിന്നെ കൊണ്ട് ഞാൻ ചിലത് പ്രവർത്തിക്കും. I am going to do something through you. ഇതുവരെ നടക്കാത്ത കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് നടത്തി നിന്നെ. I will make you to do some things which you have not done so far. പരിശുദ്ധാത്മാവിൽ തന്നെ നിന്നെ ഓടിക്കുന്നു. I will make you to run in the Holy Spirit. നിന്റെ ആരോഗ്യം കൊണ്ട് ഓടാൻ പറ്റത്തില്ല. With your health you cannot run. എന്നാൽ എന്റെ ശക്തി ഉള്ളിടത്തോളം കാലം നീ ഓടിയേ. But as long as my strength is on you, you will run. പ്രായമൊന്നും നീ നോക്കല്ലേ. Don't look at your age. നിന്നെ ചെറുപ്പമാക്കാൻ എനിക്ക് കഴിയുമോ? I know how to change you and become young. ചെറുപ്പമാക്കി തന്നെ നിന്നെ ഞാൻ ഓടിക്കുന്നു. I will make you to run by making you young. അതുകൊണ്ട് കേട്ടവചനം നീ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു എങ്കിൽ whatever word you hear, pray, hold on to it. If you ഈ കൃപകളെല്ലാം ഇന്ന് നിന്നെ നിറക്കും. Today this grace will come on you. നാളെ അല്ല, ഇന്ന്. Not tomorrow, right now. Receive it. പറഞ്ഞാട്ടെ. Those who say believe, say hallelujah. Praise the Lord. Praise Hallelujah. Thank you, Lord. Hallelujah. Fire touch. Hallelujah. 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 Thank you, Jesus. നിന്റെ അതിരൊക്കെ ഒന്ന് തുറയട്ടെ. Let's open our mouths and praise the Lord. ദൈവം ചിലത് നടക്കട്ടെ എന്ന്. Let Lord fill us. യഹോവ ഇടയനാണെന്ന് പറഞ്ഞിരിക്കാതെ നിന്റെ വായെന്ന് അതിരത്തെ തുറന്നാട്ടെ. Don't just minimize your words. Open your mouth and praise the Lord. തമ്പുരാനൊന്ന് നിറച്ചു തരട്ടെ നിന്റെ ഉള്ളത്തിൽ. Oh, let the Lord fill your heart. അവനോടുകൂടി ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം ഒരുമിച്ച് കഴിക്കാം. Oh, with him we will have food together. ലോകപരമായിട്ടുള്ള ഭക്ഷണം ഇനി വേണ്ട. We don't want world kind of food again. ദൈവത്തിന്റെ ഭക്ഷണം കഴിച്ചാൽ നീ തൃപ്തിയുള്ള. We will eat the food of God. You shall be satisfied. നീ ആത്മാവിൽ ആരോഗ്യമുള്ളവനായിട്ട് തീരും. You will be strong in your spirit. നീ ആത്മാവിൽ ക്ഷീണിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, ധൈര്യമുള്ളവരുടെ കൂട്ടത്തിലാണ്. You are not with those who are weak in the spirit. You are with those who are strong in the spirit. ഈ ധൈര്യം നമുക്ക് ഉയരത്തിൽ നിന്ന് തന്നതാ. This confidence has come to us from above. ഇത് നീ വിട്ടുകളയരുത്. Don't give your confidence up. ഇത് വിട്ടുപോയാൽ If you give up, തമ്പുരാന്റെ ഒന്നും നീ പ്രാപിച്ചെടുക്കും. you may never get anything from God. എബ്രായ ലേഖനം 10:35 ആയി. എബ്രായ ലേഖനം Hebrews 10:35. സ്തോത്രം. ദൈവമക്കളെ, പ്രവചനം ഉണ്ടെങ്കിൽ യേശു ഇവിടെ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എന്താ? അതുകൊണ്ട് because of that പ്രതിഫലമുള്ള ധൈര്യം. നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. do not reject your confidence. ഈ ധൈര്യം എവിടെ നിന്നാ? Where does this confidence come from? അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നതല്ല. Not from the American president. ഇവിടെ ഭരണഘടന തന്നതല്ല. Not from the government. അഖിലാണ്ടത്തെ മുഴുവൻ ഭരിക്കുന്ന കർത്താവ്. But from the Lord who created the entire universe. നീ എവിടെ പോയാലും ധൈര്യമായിട്ട് പോണം. Wherever you go in confidence. നിന്റെ ഒരു ശത്രു നിന്നെ തടുക്കത്തില്ല. No enemy can stand against നിനക്ക് you. എവിടെയും ധൈര്യമായിട്ട് കയറി ചെല്ലാം. Wherever you can go with confidence. നീ ഏത് വിഷയത്തിന് എന്നാലും തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ട്. Whatever problem you have, the Lord is with you. നിന്നെ തകർക്കാൻ പോകുന്ന വിഷയമാണെങ്കിൽ നീ സത്യത്തിലാണ് നടക്കുന്നെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തമ്പുരാൻ ഉണ്ട്. If you walk in truth, even if the enemy seems to win for a short time, God will release you. കാര്യം കാണാൻ പോസ്റ്റ് പറയുന്നവരുടെ കൂട്ടത്തിലും ആകരുത്. Don't belong to people who tell lies to get things done. പെന്തക്കോസ്തുകാരനാ ഇപ്പൊ പോസ്റ്റ് പറയുന്നവരുടെ കൂട്ടത്തിലാ. Now, Pentecostals means those who tell lies. അവര് കളവ് പറയുന്ന പോലെ ഇപ്പൊ ആരും പറയുന്നില്ല. There are many of them tell a lot of lies. എന്റെ കഴുത്ത് പോകേണ്ടി വന്നാലും, even if my neck has to be cut, നീ സത്യം പറയുന്നവരായി തീരണം. you must be telling the truth. ആ സത്യം നിനക്കൊരു കാലം വെളിപ്പെട്ടു വരും. That truth will one day reveal to you. ദേശത്തിന്റെ നടുവിൽ പിശാച് നിന്നെ പറ്റി സാക്ഷ്യം പറയും. The devil himself will testify about you. പിശാച് സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ എന്നാ കുഴപ്പം? If the devil says a testimony about you, who do you think you are? What is the problem? ഹല്ലേലൂയ.
Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മളെ ഒരു നാളും കൈവിടുന്ന കൂട്ടത്തിൽ. God will never leave us. എത്ര പേർക്ക് വിശ്വാസം? How many people can believe? ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. No point in coming here and crying. വചനം കേൾക്കുമ്പോഴല്ല കരയുന്നത്. Don't cry when you listen to the word of നീ God. ഇറങ്ങി ഭവനത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴേ വചനോടത്ത് നോക്കി നിലവിളിച്ചിട്ട് വേണം വരാൻ. Before you come into the temple, read the word, pray, cry, and come. എന്ന് വെച്ചാൽ നിന്റെ ഉള്ളിലേക്ക് പുറത്ത് കളഞ്ഞേച്ചും വേണം ഇതിനകത്ത് That means when you come inside, you must forgive, heal, and come inside. കളയാതെ വന്നവരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. There are people who have not left many of the things back home. സമർപ്പണത്തോടെ ഇവിടെ വെച്ച് കുടഞ്ഞിട്ടേക്കണം. Please leave it. Leave all the inner hurts and wounds here and then go away. വചനമൊക്കെ ഉള്ളിലേക്ക് ഒന്ന് ചെല്ലട്ടെ. Let the word go deep inside. ചിലരൊക്കെ ദൈവവേലയ്ക്ക് തിരിയട്ടെ. Let some people turn around for the work of God. ഫ്ലോറിഡയിൽ നിന്ന് വന്നവർ മാത്രമല്ല ദൈവവേലയ്ക്ക് ഇരിപ്പണ അവർ ബാക്കിലൊക്കെ ഇരിപ്പുണ്ട്. There are many people sitting back, those who are good for the work of the Lord. മറ്റേ കണ്ണടയും വെച്ച് ഒരു ചുവന്ന ഷർട്ട് ഇട്ട ഒരാൾ ഇരിപ്പുണ്ട്. Right there behind, there is a man wearing a spectacle with a red shirt. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്നിട്ട് Hallelujah. ദാവീദ് രാജാവിനെ പോലെ തന്നെ കണ്ടിരിക്കുക. God has seen you like King David. ആരെ തള്ളിയ സ്ഥാനത്താ? Who was despised? ശൗലിനെ തള്ളിയ സ്ഥാനത്ത്. When Saul was despised, ആരെ ദുഃഖിച്ചിരിക്കുന്ന ശൗമേൽ പ്രവാചകനെ തന്നെ ഈശോയുടെ ഭവനത്തിലേക്ക് വിട്ടു. God sent the prophet Samuel to the house of Jesse. കൊമ്പിൽ തൈലം നിറച്ചു പോകാനായിരുന്നു കൊമ്പിൽ. He told him to take oil in his horn. എന്നിട്ട് ഞാൻ പറയുന്നവനെ അഭിഷേകം ചെയ്യണം. But anoint the one who I tell you to anoint. ഈശോയുടെ വീട്ടിൽ ചെന്നപ്പോൾ മൂത്ത മകനാ വന്ന ഏലിയാബ്. So Eliab came, the first one came. ശൗമേൽ പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്യാൻ പോയി. Samuel is about to anoint him. ദൈവം എഴുന്നേറ്റ് അവന്റെ മുഖമോ വണ്ണോ പൊക്കോ ഒന്നും നോക്കരുത്. God said, don't look at his height or his weight or his stature. അവനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കും. I have rejected him. അങ്ങനെ 7 പേരെയും തള്ളി. 7 people were rejected. ഇനി ആരെങ്കിലും നിന്റെ കൂട്ടത്തിലുണ്ടോ? Anybody else in your house? He asked Jesse. ഒരാളുണ്ട്. One more person. അതെവിടെയാ? Where is he? എന്റെ ആടുകളെ മേയ്ക്കാൻ മരുഭൂമി പോയിരിക്കും. He is in the wilderness taking care of my sheep. അവനെ വിളിച്ചിട്ടല്ലാതെ Without calling him, ഞാൻ ഭക്ഷണം കഴിക്കും. I will not have food. അവൻ ആളെ വിട്ട് വിളിച്ചപ്പോൾ When he called him, പടിക്കൽ വന്നപ്പോൾ he came to the house. എന്റെ സ്വർഗത്തിലെ എഴുന്നേറ്റതുപോലെ Just like heaven got up. നിന്റെ മേലെ ഒരു അഭിഷേകം ഇന്ന് പകൽക്കാലം ദൈവം Today the Lord is pulling an anointing on you. വലിയ ഒരു ജനത്തെ പകരാനുള്ള അഭിഷേകം നിന്റെ മേൽ പകൽക്കാലം Today the Lord is anointing you to lead a big people. മാതാപിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും നടുവിൽ നിന്നെ അഭിഷേകം ചെയ്ത് അവൻ നിന്നെ നയിക്കാൻ പോവുകയാണ്. God is going to anoint you in the midst of your parents and your relatives and your friends. വലിയൊരു കൂട്ടത്തെ നയിക്കാനുള്ള കൃപ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പകരുക. God is going to anoint you. He is anointing you to take care of a big group of people. നിന്റെ ജോലിയല്ല വലുത്, എന്റെ ദൈവത്തിന്റെ വേലയാ വലുത്. The ministry of the Lord is bigger than your job. നീ വിട്ടില്ലെങ്കിലും നിന്നെ ആ ജോലി ഞാൻ പറിച്ചു കളയും. Even if you don't leave the job, I will pick you out of the job. എന്റെ ദൈവക്ക് ഇറങ്ങുന്നത് വരെയും നീ ജോലി ചെയ്തു. You will work till the Lord has told you. കുറച്ച് സമയം കൂടി ഞാൻ നിനക്ക് തരിക. I am giving you a little more time. ഈ ദിവസത്തിൽ നീ ഇറങ്ങിയില്ലെങ്കിൽ If you don't get out by then, നിനക്ക് തന്നത് ഇനി തരുവാനുള്ളതും കൂടി ഞാൻ എടുത്തു കളയും ദൈവത്തിന്റെ. I will take away what I have already given you and yet is about to give. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ കേട്ട വചനത്താൽ നീ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. This morning take a special commitment before the word, before the Lord. ഈ പറഞ്ഞതായ കൃപകളെല്ലാം നീ പ്രാപിച്ചേ പോകത്തുള്ളൂ. You must get all this. Submit yourself unconditionally. രക്തത്താലും വചനത്താലും ജയമെടുക്കും. Oh, taking victory by the blood and the word of the Lord. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ രക്തത്താൽ ജയമെടുക്കുക. ഞങ്ങളെ തകർക്കുന്ന, ഞങ്ങളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന സർവ്വദുഷ്ടന്റെ പോരുകളും ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ദാസന്മാരെ ഒരുമിച്ച് ജയമെടുക്കുക. Hallelujah. We are taking victory. Hallelujah. Hallelujah. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. Let's read Isaiah 40:11. Keep praying. The prophecy comes because Jesus is here. യേശു ക്രിസ്തു ഉള്ളത് കൊണ്ടാണ് പ്രവചനം ഇത്ര ശക്തമായി നടക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടുംകൂട്ടത്തെ മേയ്ക്കുകയും, Like a shepherd he leads sheep. കുഞ്ഞാടുകളെ ആ കരങ്ങളിൽ അവൻ എടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും, He'll take the little sheep on his chest. തള്ളകളെ ക്ഷീണിച്ചു വരുന്ന തള്ളകളെ സ്പീഡോടുകൂടിയല്ല അവൻ പതുക്കെ പതുക്കെ നടത്തി ചേർക്കേണ്ട ഭവനത്തിലേക്ക് കൊണ്ടുപോകും. He'll slowly പറയും
How many people say hallelujah? ഹല്ലേലൂയ. നടക്കാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞു നോക്കണം, നടക്കാൻ പോവേ. If you are not able to walk this morning, say hallelujah. You're going to walk. നീ പതുക്കെ നടന്നാൽ തമ്പുരാൻ സ്പീഡിലാക്കി തരുമെന്ന്. If you are walking slow, the Lord will strengthen you. നീ ബോവസിന്റെ വയലിലേക്ക് ഇറങ്ങാൻ സമ്മതിച്ചാ മതി. If you are ready to move into the field of Boaz, പെരുക്കാൻ അവരെ പറയുമ്പോ പെരുക്കിയേക്കണം. when the Lord tells you to gather, gather. സ്പീഡ് കൂട്ടാൻ പറയുമ്പോ സ്പീഡ് When കൂട്ടിയേക്കണം. the Lord tells you to speed up, speed up. സ്വർഗത്തിൽ നിന്ന് ചിലത് നിനക്ക് വലിച്ചിട്ട് തരുവന്നേ. At that time, God will give you something from heaven. തകർന്നിരിക്കുന്ന അവസ്ഥ ഒരു വ്യത്യാസം തരുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. God wants to give a difference and a change to you in your broken situation. അങ്ങനെയുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ പറഞ്ഞു. Those who are like that in this place, say hallelujah. തകർന്ന് ധരിപ്പണമായിരിക്കണം, മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. There are some precious one here who are so broken that they cannot go forward. ഞങ്ങൾ എന്ത് ചെയ്യും? What will we do? ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിപ്പിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. There are some people who are wondering how will this all come to എന്നാൽ an end? ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു, നീ എന്നിലാണോ വിശ്വസിക്കുന്നത്? The Holy Spirit is asking, is your trust in me? വിശ്വസിക്കുന്നവർക്ക് തന്നെ പല അടയാളങ്ങൾ നീ കാണും. Those who believe, you will see many signs. ശത്രുവെ കവിഞ്ഞൊഴുകാൻ സമ്മതിക്കത്തില്ല. They will not allow the devil to overflow you, overstop. വെള്ളം നിന്റെ മീതെ കിടക്കാൻ അവൻ He സമ്മതിക്കത്തില്ല. will not allow the waters to go over അതെല്ലാം you. നിയന്ത്രിച്ചിരിക്കുന്ന കർത്താവിന്റെ കരത്തിൽ നിൽക്കുക. God has stopped and controlled all those things. നമ്മൾ വളരെ ആഴത്തിലാണ് നിൽക്കുന്നത് ദൈവമക്കളെ. People of God, we are standing in great depth. കടൽ എപ്പോഴും ഭൂമിയേക്കാൾ ഉയർന്നാ നിൽക്കുന്നത്. You know, the sea is always many times above the earth. ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാ. I have known it in experience. ഇത് അറിയാൻ വേണ്ടിട്ട് ഞാൻ പോയതാ, കടലിൽ പോയത്. I went to the sea to know this. ബോട്ടിൽ കയറി കയറുമ്പോ ഇങ്ങനെ നിൽക്കുക. It is standing like this, earth and sea. ഭൂമി അടിയിലും The earth is down കടൽ പൊക്കത്തിലും. and the sea is above. എന്റെ തമ്പുരാനെന്ന് ഞൊടിച്ചാൽ If my heavenly Father does like this, നമ്മളെല്ലാം മുങ്ങി വെള്ളത്തിനടിയിലായി പോകും. we'll all be under the water in no time. ഫറവോനും സൈന്യവും നശിച്ചതുപോലെ നമ്മൾ നശിക്കേണ്ടി വരും. And we may perish like Pharaoh and the chariots. നമ്മളോടുള്ള സ്നേഹം അവൻ അവിടെ നിർത്തിയിരിക്കുന്നത്. But it is His love for us that is making us to stand. ആ സ്നേഹത്തെ മറന്ന് നീ യാത്ര ചെയ്യല്ലേ. Do not overlook that love and travel. നീ ഇടയനാണെന്ന് പറയുകയും ചെയ്യും, നിന്റെ ഇഷ്ടമുള്ള വഴിക്ക് പോയാൽ You say you are a shepherd and you go the way you want. തമ്പുരാൻ നിന്നെ വെറുതെ വിടത്തില്ല. God will not let you go. എന്നെ അറിഞ്ഞിട്ട് അറിയാത്തവനെ പോലെ ആയാൽ, After knowing me, if you act and walk as though you did not know me, ഞാൻ നിന്നെ കീറിക്കളയുന്ന വചനം പറയുന്നത്. I will tear you up, says the Lord. നമ്മൾ എവിടെ പോകാനാ ഇനി? Where can we go? നമ്മൾ വിട്ടുപോകുന്നിടത്തേക്ക് പോകാൻ പറ്റത്തില്ല. We cannot go where we came away from. ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു അനുഗ്രഹമുള്ള സ്ഥലവും ഇല്ല. There is no other blessed place like this. ഈ അനുഗ്രഹം kingdom of വിട്ടേച്ച് എങ്ങോട്ടാ പോകുന്നത്? Leaving this blessing, where are you going? ഇതുപോലെയല്ലേ തിരുവത്താഴം കഴിക്കുന്ന ഒരു സ്ഥലവും ഇല്ല. There is no blessed. തിരുവത്താഴം കഴിക്കുന്ന ഒരു സ്ഥലവും ഇല്ല. There is no other place where you have the table like this. സ്തോത്രം പറയത്തില്ല. Say, praise the Lord. ഇത് ജീവൻ വെപ്പിക്കുന്നതാണെന്നേ. This is something that gives life. അത് നിത്യജീവൻ ദാനം തരുന്നതാ. It gives abundant life. നിന്റെ രോഗങ്ങളൊക്കെ മാറുന്നതാ. This is where your diseases are taken away. ഒരു രോഗികളും ഉണ്ടായിരിക്കത്തില്ല. There will be nobody sick in this place. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. Let me ask you something. നമ്മുടെ കത്രിമേശയിൽ ഒരു കുഷ്ഠരോഗി വന്ന് അതിൽ നിന്ന് ഭക്ഷിച്ചാൽ, If a leper comes into our table and eats from it, എത്ര പേര് ആ അപ്പത്തിൽ നിന്ന് എടുക്കും? how many of you will take part of it? I will take. സത്യമേ പറയോ? If a leper comes and be part of this, will you partake of at the table along with the leper? അവരെ തന്നുണ്ടാക്കി തന്ന ചപ്പാത്തി വരെ തിന്നവനാണ്. Hallelujah. I have eaten a chapati made by leper. Praise the Lord. അവര് ചോദിച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കി തന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിക്കും. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവൻ ജീവനുള്ള. The lepers came and asked me, will you eat this chapati made by us? He said, we will, because the one in us is greater. ഞങ്ങൾ കുടുംബമായിട്ട് കഴിച്ചവനാ. As a family, we have eaten food with lepers. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്, ഒരു കുഷ്ഠരോഗി വന്ന് ഈ അപ്പത്തിൽ അംശയായാൽ നിങ്ങൾ എടുക്കൂ? That is why I'm asking you, if a leper comes into your church and partakes of that, will you take? I will take. Hallelujah. Praise the Lord. ഇത് ഭക്ഷിക്കുന്നവൻ രോഗികളല്ലെന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. The Bible says those who partake of it is not going to continue as a diseased person. ഇതിന്മേൽ കൈ നീട്ടുന്നവരും കുഷ്ഠരോഗിയാണെങ്കിൽ കുഷ്ഠം വരെയും വിട്ട് മാറുമെന്നേ. If a leper puts his hand towards it, he will be healed. Amen.
Do you believe this? അതാണ് ദൈവിക സ്നേഹം എന്ന് പറയുന്നത്. That is the love of God. യഹോവ എന്റെ ഇടയനാണെന്ന് പറയുന്നതല്ല കാര്യം. It doesn't matter you say the Lord is my shepherd. നിന്റെ ജീവിതം പ്രവൃത്തിയിലൊന്ന് കാണിക്കട്ടെ. Show your life in your works. കുഷ്ഠരോഗികളെല്ലാം ദൈവത്തെ അറിഞ്ഞ് അവർ സൗഖ്യം പ്രാപിക്കട്ടെ. Let every leper be touched. അവരുടെ കൂട്ടത്തിൽ പോയാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുന്ന അവരുടെ ഉള്ളത്തിൽ ഒരു ആശ വരട്ടെ. Let the people who are outside, who are spiritually lepers, let them have a hope. When they come into this church, we will be healed. അവരെല്ലാം ഭുജത്തിൽ താങ്ങുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. There is a Lord who handles and takes care of all of them. ആരോഗ്യമുള്ളവനെ അല്ല കർത്താവ് താങ്ങുന്നത്. Lord does not always heal the healthy. ലോകത്തിൽ ഒരു വിധത്തിൽ മുന്നോട്ട് പോകാത്തവരെ ഭുജത്തിൽ എടുക്കുന്നത്. Those who cannot go in any way in the world, God takes them. അത് വെറും കൈയല്ല, നിനക്ക് വേണ്ടി കൈ തുളച്ചവരല്ല. It is not a simple hand. It is a hand which the nails have pierced. സ്നേഹത്തിന് വേണ്ടി അവന്റെ ഹൃദയത്തെ തുളച്ചെന്ന് Oh, he even opened his heart because he loves you. അവനാ പറഞ്ഞ ശത്രുവിനെ സ്നേഹിക്കാൻ. He is the one who said, love your enemy. നമ്മൾ തമ്മിൽ തെറ്റുന്നത്. This is where we have a problem. ഞാൻ അധികം എടുക്കുന്നില്ല, സമയമുണ്ട്, സമയമില്ല, അതുകൊണ്ട് ഞാൻ ചുരുക്കി പോവുക. I'm shortening it and going. ആർക്ക് പോയിട്ട് പല ആവശ്യങ്ങളുണ്ട്. Many people have to leave. അതിനേക്കാൾ ഉപരിയായി ഭക്ഷണമൊക്കെ തിന്നാൻ ധൃതി വെച്ചിരിക്കുന്നു. Many of you are waiting to have food. ഞാൻ നിന്നാ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. If I stand and preach, you will not be able to have food. എനിക്കിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വല്ല താല്പര്യമുള്ള കൂട്ടത്തിലല്ല. I'm not very keen on having food. How about you? ഇന്ന് ദൈവത്തിന് വേണ്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നും വരത്തില്ല. If for the Lord you don't eat something, it is okay. Nothing will happen. വയറ് നിറയുന്ന ഭക്ഷണം ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത്. I am right now having food that is full. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചോണ്ടിരിക്കുന്നു. We both are eating in two different ways. ഒന്ന് വായു ചെല്ലുമ്പോ ഞങ്ങളുടെ വയറ് ശരിയാവും. One, when the air goes in, we'll be fine. അന്ന് ഒന്നാമത് വചനം അങ്ങോട്ട് ചെല്ലുമ്പോ നിറയും. When the word goes, it will be full. വെള്ളത്തിന് പകരം വചനം കഴിക്കുക. Instead of water, drink the word of God. സ്തോത്രം പറയാമോ? Can you say praise the Lord? ഹല്ലേലൂയ. Hallelujah. എന്റെ ദൈവം എത്ര നല്ലവനാ. My God is so good. 23:2 വായിച്ചേ സങ്കീർത്തനം. Psalms 23:2. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. He makes me to lie down in green pastures. പച്ചയായ പുൽപ്പുറങ്ങളിൽ ആരെ കിടത്തുന്നേ? Who is laid down in green pastures? Me. ഉറപ്പുണ്ടോ? Are you sure? ദൈവത്തിന്റെ വചനത്തിലാണോ നീ കിടക്കുന്നതെല്ലാം പച്ചയായ പുൽപ്പുറങ്ങളിലാ? Are you lying down in the word of God? ഇടയൻ ഉണക്കപ്പുല്ലുള്ള അടുത്തേക്ക് ഒരു ആടിനെ കൊണ്ട് പോകത്തില്ലെന്ന്. The shepherd will never bring the sheep to a place where there is bad things. പച്ചപ്പുല്ലേ കിടന്ന് പച്ചപ്പുല്ല് തിന്ന് അതുമേ കിടന്ന് ഉറങ്ങുന്നതാണ് നമ്മുടെ ആടുകൾ. We are those who have to be in green pastures and sleep. സമൃദ്ധിയായിട്ട് കിടന്നുറങ്ങാനുള്ള കൃപ തരുന്നവനാ എന്നെ നിങ്ങളെ വിളിച്ച കർത്താവ്. It is God who has called us, has given us amazing grace to be. ചില ദൈവദാസന്മാർക്ക് കിടക്കെ കിടന്നാൽ ഉറക്കം വരത്തില്ല. Some men of God cannot sleep when they are sleeping. എന്താ കാര്യം? You know why? സ്തോത്രം. ലോകമല്ല, കിട്ടിയ പൈസ കടിച്ച് ഇതിന്റെ മീതെ എങ്ങനെ ചേർത്ത് വെക്കും എന്നുള്ള ചിന്തയാ. They are concerned about the money. Praise the Lord. അവർക്ക് ഉറക്കം വരത്തില്ല. They won't be able to sleep. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങള് റോട്ടിലേക്ക് കിടന്നാലും ഉറങ്ങും. By the grace of God, wherever we are, we can sleep. എന്താന്നാ, ഇവിടെ ഇല്ല, ബാങ്കിലും ഇല്ല. Because we don't have money in the pocket, we don't have money in the bank, so we are peaceful. Praise the Lord. പറയാ Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇതെല്ലാം ദൈവവേലയ്ക്ക് അറിയോ ഞാനും എന്റെ തലമുറയും. We have given all that we have for the work of God, me and my അതുകൊണ്ട് children. ഞങ്ങൾക്ക് ഇതുവരെ ഒരു നന്മയ്ക്കും കുറവ് ഇതുവരെ വരുത്തിയിട്ടില്ല. ഇങ്ങോട്ട് വരുത്തിയേയില്ല എന്റെ കർത്താവ്. We have no problem in our life and we will not have problem. ഞങ്ങൾ പറയുന്ന യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് എനിക്ക്. That is why we say with all our heart, the Jehovah is our shepherd. ഇവിടെ വന്നിട്ട് ഒരു മുട്ടും ഉണ്ടായിട്ടില്ല. Even after coming here, we never had any problem. ശുശ്രൂഷിച്ചത് ഈ സഭയിൽ. It was in this church that I ministered most. Hallelujah. ജീവിതത്തിൽ ഓർത്ത കാര്യമല്ല. Never thought this will happen. ഇതിനകത്ത് ജനത്തെ കുറച്ച് അണിയാനുണ്ട് കർത്താവ്. You know, the Lord loves the people and wants to know some of people here. ഹല്ലേലൂയ. Hallelujah. ഇതൊക്കെ ഇനിയത്തെ വരവിന് ഇത് ഏത് ആളിലായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. I don't know, in the next time I come, I don't know which hall I'll be. The God is going to lift you. Hallelujah. വിശ്വാസം പറഞ്ഞാലേ അല്ലേ പറയത്തുള്ളൂ, അല്ലാതെ വിശ്വാസത്തല്ലേ പറയത്തില്ല. തള്ളി പിടിച്ച. ഹല്ലേലൂയ. Hallelujah. വലിയ ചർച്ചിൽ കസേരയൊന്നും ഉണ്ടാകത്തില്ല. Big churches, there will not be chairs. ആരാ സ്വതന്ത്രം പറയാത്ത? Hallelujah. സ്വതന്ത്രം പറയാത്ത? Hallelujah. ഇങ്ങനെ ഇരുന്ന് ആരാധിക്കണ്ട. Don't sit like this and worship God. മുഴങ്കാല ഇരിക്കുമ്പോ കൈകാലൊക്കെ ഒന്ന് വലിയും.
When you are when you are kneeling down, your body will begin to get stretched. ദൈവത്തിന് വില കൊടുത്ത് നീ ആരാധിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. If you worship God by giving a price, the presence of God will come. ഞാൻ ഇവിടുന്ന് ഡൽഹിയിൽ വന്ന് എടുത്തപ്പോൾ കസേരയൊക്കെ ഉണ്ടായിരുന്നു. When I started a church in Delhi, there were chairs. എല്ലാം എടുത്ത് പുറകെ അടുക്കി വെച്ചു. I took all the chairs and put it behind. കർത്താവിന്റെ വരാൻ സമയം ഉണ്ടെങ്കിൽ വന്നാൽ കാണാം, അവിടെ പുറകിലിരിക്കും. The servant of God comes, if the Lord opens the way, we will go. പൈസ ഉണ്ടായിരുന്നു, കൊടുത്ത് മാറ്റെല്ലാം മേടിച്ചു. I had some money, I bought a lot of mat. ഇട്ടു. I put the mat there. ഇരിക്കാൻ പാടില്ലാത്തവർ എൻ്റെ മുന്നിലേക്ക് വരാൻ പറഞ്ഞു. I said, those who cannot sit down in the knees, come forward. മരുന്ന് ഞാൻ തരാം. I will give you a medicine. പ്രായമുള്ളവർ വരെ Even old people, മുഴങ്കാലിരുന്ന് ആരാധിക്കും. they began to sit down and worship God. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. And we began to see the work of the Holy Spirit. ഞങ്ങളുടെ ആരാധന പരിസരത്തേക്ക് വ്യാപരിച്ചു. Our worship began to go all around. ഞങ്ങൾ വന്ന ഇട്ടേച്ചും പോയെന്ന് പറഞ്ഞ ദൈവാസന്മാർക്കൊക്കെ ഞങ്ങളൊരു ഇതായി പാരയായിട്ട് തീർന്നു. Whoever told us you will leave this church, it was a problem for them when I started to minister. ആലുവശത്തുനിന്ന് ജനം ഈ സഭയിലേക്ക് ആർത്തു വരാൻ തുടങ്ങി. Many people began to come into this church. നേരത്തെ വർഷങ്ങളായിട്ട് ഇരിക്കുന്നവരെ അതും വെച്ചോണ്ടിരിക്കുക. Many people who had something for years, they were just satisfied with that. അഭിഷേകമുണ്ടോ? Have you an anointing? അഭിഷേകം ഉള്ളവിടത്തേക്ക് ജനം വരും. Where there is an anointing, people will come. നോഹ പെട്ടകമുണ്ടാക്കി. Noah made an ark. ആരും നോഹ എടുത്തോണ്ട് വന്ന് കയറ്റിയത് നോഹയുടെ അടുത്ത് വന്ന് പെട്ടകത്തിൽ കയറിയതാ. Noah did not bring anyone. People just came. ദർശനം ഉള്ളടുത്ത് ആത്മാക്കൾ വരും. Where there is a vision, people will come. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട. Oh, small flock, do not be feared. വലിയ കൂട്ടമേ നിങ്ങൾ പേടിക്കണം. But if you are a big group of people, you must be scared. Praise the Lord. ലേലയ പറയാം. Hallelujah. വലിയ ചർച്ചിൽ പോയി ശുശ്രൂഷിച്ച് ഇവിടെ വന്നേക്കുന്നത്. I have come after going to a big church and worshiping. പേര് കേട്ട ചർച്ചും ഒരുപാട് ഫാമിലിയുള്ള ചർച്ചിൽ. It's a known church and many families are there. ദൈവം പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞു. I told them what the Lord told me to tell them. വിളിച്ചാലും സ്വോത്രം, വിളിച്ചില്ലെങ്കിൽ Whether you call me or not, I told them, I'm going to tell you the truth. ദൈവം തരുന്നത് പറയാതെ ഞാൻ പോകത്തു. I will not go without telling what God told me. സമയം മതി, അത് മതി, ഞാൻ പറഞ്ഞിട്ടും പോയി. Little time I get, I will say it. Praise the Lord. പിറ്റേ ആഴ്ച അവർ വിളിച്ചു, മനസ്സിലായി. The next week they called me. They understood God was with me. എന്നു പറഞ്ഞു കർത്താവിന്റെ ആശ ഇവിടെ നിന്ന് പോകണ്ട. അത് നിങ്ങളുടെ കാര്യം, പക്ഷെ എനിക്ക് പോയിട്ട് വേറെ കാര്യം. They said, man of God, don't leave us. I told them that is your problem, but I have to go. ഞാൻ നിങ്ങളുടെ പേഴ്സ് നോക്കി വന്നതല്ലെന്ന്. I told them I did not come looking at your purse. ഒത്തുവപ്പിച്ചും പറഞ്ഞും നിങ്ങളുടെ കാശ് മേടിച്ചുകൊണ്ട് പോകാൻ വന്നതല്ല. I did not come to somehow take your money by pleasing you. എന്നെ അഴച്ചത് എന്റെ സർവശക്തനാ. My Almighty One sent me. എന്നെ വിളിച്ച് യുദ്ധൂഷലാക്കിയത് അവനാ. He is the one who called me into the ministry. എന്നെ സൗഖ്യമാക്കിയത് എന്റെ യേശുവാ. He is the one who healed me. അപ്പൊ അവനെതിരായിട്ട് യുദ്ധൂഷിക്കാൻ എനിക്ക് മനസ്സില്ല. I cannot minister against him. എന്റെ യേശുവിന് ഇഷ്ടമുള്ള യുദ്ധൂഷിച്ചാൽ എന്റെ കാര്യങ്ങളെല്ലാം യേശു നടത്തി തരും. If I minister what Jesus wants me to minister, He will take care of me also. ദൈവമക്കളെ, ഈ സഭയിൽ എല്ലാവരും വിവേചനപരമുള്ളവരായി തീരണം. Let every person in this church be people with discernment. Hallelujah. എന്തിനാ വിവേചനപരം? You know why? Why do you need discernment? ആവശ്യമില്ലാത്തതല്ല. നമ്മുടെ കുടുംബത്തിലെ ചരിത്രം വരെ നീ വിവേചിച്ചറിയണം. നിന്റെ തലമുറകളും നിന്റെ ഭർത്താക്കന്മാരും പലയിടത്ത് പോയിച്ചു മന്നതാ. അവരേതൊക്കെ രീതിയിൽ പോകുന്നുണ്ട് വിവേചിച്ചറിയാനുള്ള കൃപ ദൈവത്തിന്റെ വൈദ്യരെ നമ്മൾ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. Know the background of your own family. Know where the husbands are going. They go many places. Many of you wives must be discerning in prayer. This is an open, frank talk from the Lord. അവരെ ശാസിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. I'm not saying this to blast them. വിഷയത്തിന് വേണ്ടി നിനക്ക് മുഴങ്കാലും അടക്കിയാൽ, but you bow down for that thing. ആ സമയത്ത് നിനക്ക് മറുപടി അയക്കുന്ന ഒരു കർത്താവുണ്ട്. At that time the Lord will heal you and send you a reply. നിന്റെ കണ്ണുനീര് ഒഴുകുന്ന ചുടുകണ്ണീരാ. At that time your tears, ആ കണ്ണുനീരിന് വിലയുണ്ട്. it has value. വെറുതെ കരയുന്ന കണ്ണുനീരിന് വിലയില്ല. Do not just cry, that has no value. വിശ്വാസത്താൽ കരയുന്ന കണ്ണുനീരൊഴുകിയ പാട് മുഖത്തുണ്ടാകത്തില്ല. If you truly cry because of an inner conviction and faith, that will not leave any mark on your face. വ്യവസ്ഥയില്ലാതെ ഒഴുക്കുന്ന കണ്ണുനീര് പാടുണ്ടാവും. If you cry without the Lord in it, it will definitely make problems on your face. പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. Praise the Lord. Hallelujah. Hallelujah. കർത്താവ് പറയുന്നു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. Jesus said, if you have a mustard seed of faith. എന്താ കടുകുമണി? What is a mustard seed? ഉപമ വേറെ ഒന്നും ഇല്ലായിരുന്നു കർത്താവിന് പറയാൻ. Did not Jesus have something else to compare your faith with? ഫുള്ളാണോ? Jesus. നമ്മള് ഫുള്ളാണോ? Are we full? കടുകുമണിയോളം വിശ്വാസം.
We have പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വേണം. we must have the Holy Spirit in us. കടുക് എണ്ണ തിളച്ചെണ്ണൊക്കെ തേട്ട പൊട്ടത്തില്ലേ? If you put this mustard in hot oil, it will break. സഹോദരിമാരോട് ഒരു ചോദ്യം. I'm asking sisters a question. ആ കടുകിന്റെ പുറം തൊണ്ട് പൊളിച്ചൊന്നും എണ്ണക്കത്തുനിന്ന് പൊട്ടിച്ചു തരാവോ? Can you take away the outer covering of that mustard seed and put it in oil? എന്താ? You can't do it. Why? So small. Praise the Lord. ദൈവമക്കളെ ലോകത്തിൽ അങ്ങനെ ആയിരിക്കണം. Children of God, you must be like that in this world. നിന്നെ നോക്കുമ്പോൾ ഒരു കുറവും നാട്ടുകാർ രാജ്യങ്ങൾ നോക്കുമ്പോൾ ഒരു കുറവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. When people from outside look at you, there should be no problem for you. നിന്റെ നല്ല കുടുംബ ജീവിതം കണ്ട് അയൽവാസികളെല്ലാം ദൈവസഭ വരണം. People should come to the church seeing your good family life. നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ നിന്ന് പുറത്തേക്ക് ശബ്ദം വരരുതെന്ന്. From your house, no sound must come outside. Hallelujah. Hallelujah. ആദ്യം നിന്റെ ഭവനത്തിൽ സാക്ഷ്യമുള്ളവനും ആകട്ടെ എന്ന് ദൈവം പറഞ്ഞു. First, God said, may you be a person who has a good testimony in your own home. നിങ്ങളുടെ സാക്ഷ്യമുള്ള ജീവിതം കണ്ട് നിങ്ങളുടെ തലമുറകളോട് ഇതിനകത്ത് വന്ന. Seeing your testimony, your children must also come into the church. അങ്ങനെ എല്ലാരും കൂടി വരുമ്പോഴാണ് യോശുവ പറഞ്ഞ വാക്ക് നമ്മൾ പറയാം. Then when everybody comes, you'll see that the thing Joshua has done. എന്താ യോശുവ പറഞ്ഞു? What did Joshua say? What did Joshua say? Let's say it out. പറഞ്ഞു. As for me and my family, we will serve the Lord. ഹല്ലേലൂയ. Hallelujah. അതിന്റെ അഞ്ചാമത്തെ വാക്ക് 23. Let's read verse 5. Hallelujah. ശത്രുക്കൾ When the enemy sees, എത്ര പേർക്ക് വരുന്നു എടുക്കണം കർത്താവ്? for how many people should the Lord prepare a feast? Hallelujah. Hallelujah. ശത്രുക്കൾക്ക് ആകെ വിരുന്നൊരുക്കാൻ വേണ്ട, വിരുന്നൊരുക്കണ്ട. Hallelujah. Praise the Lord. ഹല്ലേലൂയ. എന്റെ ദൈവം ശത്രുക്കളുടെ മധ്യ നിന്നെ വിരുന്നൊരുക്കി മാനിക്കുന്ന കർത്താവാണ്. My God honors you in the midst of your enemies, giving you a feast. നിന്റെ ശത്രു ആരൊക്കെയുണ്ട്? How many enemies do you have? നിന്റെ സഹോദരന്മാർ ശത്രുവാണെങ്കിൽ അവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്നു. If your brothers are your enemies, God will honor you in the midst of them. നിനക്ക് നിന്റെ അവകാശം തരാതെ നിന്നെ തള്ളിവിട്ടെങ്കിൽ നിനക്കൊരു ഒരു തമ്പുരാൻ വലങ്കരം വെച്ചിട്ടുണ്ട്. Even if you are rejected from your house without giving you a substance, God will honor you in front of you. നിന്റെ അവകാശം വേരിയിട്ട് തമ്പുരാൻ മുദ്രയിട്ടിരിക്കുക. God has restored you. He has put a fence around your inheritance. അവൻ പിടിച്ചു വെക്കുന്നവരെയും പിടിച്ചു വെച്ചോട്ടെ, തമ്പുരാന്റെ സമയത്ത് ഇങ്ങോട്ട് തരും, എടുത്തോന്ന് പറയും. Right now, people are holding on to your inheritance. In the right time, God will release it for you. ഹല്ലേലൂയ. Hallelujah. നീ ശത്രുവിനോട് പിണങ്ങിയിരിക്കേണ്ട കാര്യമില്ല. You don't have to be upset of the devil. സഹോദരന്റെ സ്ഥലത്തിന് കയറ്റി 10 ലിറ്ററെന്നും പറഞ്ഞ് ബഹളം വെക്കുന്ന ആൾക്കാരുണ്ട്. There are people who push their boundaries into the territory of their brothers. Praise the Lord. ഹല്ലേലൂയ. Hallelujah. കൂട്ടത്തിൽ നമ്മൾ ആകരുത്. We should not belong to that group. അതിന്റെ കയറ്റി 4-ാമത്തെ വാക്യം. Let's read verse 4. മരണത്താഴ് വരെ കൂടി നടന്നാലും Even I walk through valley of death, ഞാനൊരു I will fear no evil. എന്താ? What does it mean? ഭയപ്പെടാത്ത കാര്യം എന്താ? Why don't you fear? ഏ? You are with me. കർത്താവ് ഇരിപ്പുണ്ടോ? Is the Lord with you? Amen. കർത്താവ് ഇരിക്കുന്നവരെ എവിടെ കൂടി പോയാലും ഒരു അനർത്ഥവും വരത്തില്ല. If God is with you, wherever you go, nothing will happen to you. മരണത്താഴ് വരെ കൂടി നടന്നു വന്നാലും മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന്. Even if you walk through the valley of death, God will release you. നീ രണ്ടുപേരും കൂടി യാത്ര ചെയ്യാൻ ഒരുത്താൻ അവിശ്വാസിയാണെങ്കിലും നീ ഉണ്ടോ, ദൈവമുണ്ടോ, നിന്നെ അവനെ വിടുവിക്കുന്ന കർത്താവാണ്. If two of you are walking and you alone are the believer, if God is with you, God will relieve you and He will release the other person also. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. വന്നില്ല. Hallelujah. സൗണ്ട് വന്നില്ലെന്ന്. Hallelujah. എന്റെ ദൈവാസന്റെ സൗണ്ടേ ഉള്ളു. We don't hear your sound, we are only hearing our sound. ഞങ്ങൾക്ക് ദൈവാസന്റെ സൗണ്ട് തന്നു പോയി, എന്ത് ചെയ്യാൻ പറ്റും? God has given us sound. Praise the Lord. Hallelujah. മൈക്ക് വേണ്ട, എന്നാലും ഞങ്ങൾ എടുക്കുക. Even if the mic, we don't need the mic, but we are saying hallelujah. Praise the Lord. 116-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം കൂടി വെച്ചു. Psalms 116 verse 3. ദൈവം തരുന്നത് മാത്രമേ എടുക്കുന്നുള്ളൂ. Take only what God is giving. Hallelujah. നന്ദി കർത്താവേ. Amen. മതി.
മരണഭാഷങ്ങൾ ചിറ്റിയവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. There are people who were attacked by death at one time. Satya. ഹല്ലേലൂയ. Hallelujah. വേദനയും കഷ്ടവും അനുഭവിച്ചവരല്ലേ ഇതിനകത്ത് There ഇരിപ്പുണ്ട്. are people who have gone through pain and trial. അവരെല്ലാം വേരോടെ വെട്ടി മാറ്റിയിട്ട് ദൈവം റീചാർജ് ചെയ്ത് ഇവിടെ ചിലർ ഇരുത്തിയിട്ടുണ്ട്. There are some people who have been released from that and have been recharged. And they are- ഭൂമിക്കടിയിൽ അസ്ഥികൂടം കൂടി ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. there are some people who may have been in under the earth even without your skeleton. You are sitting here right now. അവരെ ജീവൻ തന്ന നിന്റെ നല്ലത് കൊണ്ടല്ല. God did not bring you back to life because of your goodness. എന്റെ തമ്പുരാന്റെ കരുണ നിന്നെ Oh, it is the mercy of God why you are എന്റെ here. യേശു നിന്നെ വഴി നടത്തുന്നതുകൊണ്ടാ. Because Jesus is leading you. അതുകൊണ്ട് നീ നെകളിച്ചു പോകാതെ So do not be proud. നീ വചനപ്രകാരം നടത്തുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പൊയ്ക്കോ. Look at Jesus who makes you to walk according to the word. ദൈവദാസന്മാരുടെ മുഖത്തിട്ട് നോക്കല്ലേ. Do not look at the face of servants of God. ഞങ്ങളുടെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ നിൽപ്പുണ്ട്. The Lord Jesus Christ is standing right in front of us. എന്റെ നോട്ടം അവന്റെ മുന്നിലായിരിക്കണം. Our look must be upon Jesus. നീ കാക്കയെ പോലെ ജീവിക്കാതെ കഴുകനെ പോലെ ജീവിക്കാൻ പഠിക്കണം. You should learn to be like an eagle and not like a crow. മനസ്സിലായില്ല? Did you understand? ആ ഇല്ല. എന്തുവാ കാര്യം? What did you understand? ഹല്ലേലൂയ. Hallelujah. കാക്ക എത്ര ഉയരത്തിൽ എന്ന് പറഞ്ഞാലും The crow, however high he flies, അവന്റെ കണ്ണ് ഭൂമിയിൽ അവൻ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്നുള്ളതാണ്. he is always looking to see if he'll get something from the earth to eat. കഴുകാൻ ഭൂമിയിൽ ഇരുന്നാലും But the eagle, അവന്റെ നോട്ടം സ്വർഗ്ഗത്തിൽ. even if he's on the earth, he's always looking up. Glory. ശത്രു ഇല്ലാത്തവരുടെ അടുത്തേക്ക് പോകുന്ന നോട്ടം. When you go to the enemy, നമ്മൾ ശത്രു ഇല്ലാതെ പോകുന്ന ഒരു സ്ഥലമുണ്ട്. there is a place where we will go where there are no നമ്മുടെ enemies. നോട്ടം നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ മുഖത്തായിരിക്കണം. Our look must be on the one who has promised to take you. അവിടെ ഒരു ശത്രു നിന്നെ ഒന്നും ചെയ്യത്തില്ല. There an enemy will not do anything to you. അവിടെ നിന്റെ പണമെന്ന് അപഹരിക്കാൻ ഒരു ശത്രു വരത്തില്ല. There the enemy will not come to take your money. നമ്മൾ എന്റെ കർത്താവിനോട് ചേർന്നിരുന്ന് നമ്മൾ ആരാധിക്കുന്ന പവർ എത്രയാണെന്ന് നീ മനസ്സിലാക്കും. You know how wonderful it is to hold on to God and worship Him. അവിടെ രോഗവും ഇല്ല, ദുഃഖവും ഇല്ല, ഒന്നുമില്ല. There is no disease. There is no problem there. അവിടെ സമാധാന സന്തോഷം. Yes, there's peace and happiness. പ്രസംഗം ഇല്ല, There is no preaching. കൊട്ടുകൊണ്ട് ആരാധനയുണ്ട്. There is worship and praise. പ്രസംഗം ഇല്ല. There is no preaching in heaven. എന്തിനാ പ്രസംഗം? Why do you want to preach? പാട്ട് പാടിയാലേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. Will the Holy Spirit come only if you sing a song? Hallelujah. സ്തോത്രം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. Hallelujah. Will the Holy Spirit come when you say, praise the Lord? Yes. എല്ലാവർക്കും പാട്ട് പാടി പകുതി കഴിയുമ്പോൾ ആത്മാവ് വരും. For many people, the Spirit comes for them halfway after the song is sung. ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറയും. Even as you sit on the chair, the Holy Spirit will come. അവര് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തുള്ളിച്ചാടി നൃത്തം ചെയ്യും. They will stand up and start dancing. അടുത്തിരിക്കുന്നവൻ പറയും, ഇതെന്താടാ ഇവൻ മാത്രമായി കിടന്ന് തുള്ളുന്നത്. Then one next to you will say, why is this fellow jumping and dancing? അനുഭവം ഉള്ളവനെ നൃത്തം ചെയ്യത്തുള്ളൂ. The one who has experience will dance. കള്ളനെ കണ്ട പട്ടി കുര നിർത്തത്തില്ല. You know, the dog will not stop barking when he sees the thief. കേട്ട് കുരക്കുന്ന പട്ടിയുടെ കുര നിന്നു പോകും. But the one who listens to the dog and barks will stop. പക്ഷേ ഇവന്റെ കുര നിർത്തണമെങ്കിൽ But if the dog has to stop ഈ barking, കള്ളൻ അവിടെ നിന്ന് പോകണം. the thief has to go. അതുവരെയും കുരച്ചണ്ടിരിക്കും. Till then he will എന്ന് bark. പറഞ്ഞ പോലെ ദൈവത്തിന്റെ മക്കൾ യേശുവിനെ കണ്ടാണ് ആരാധിക്കുന്നതെങ്കിൽ നിന്റെ ആരാധന നിന്നു പോകത്തില്ല. Woo! If you see Jesus and worship, your worship will not stop. ഒരു ദൈവദാസന്മാർ അല്ലേലേ പറഞ്ഞാൽ നിന്റെ ആരാധനയ്ക്കത്തില്ല. നിന്റെ ആരാധനയ്ക്ക് തമ്പുരാൻ പറയണം. Even if a man of God says hallelujah, you will not stop. നീ ചിലത് പ്രാപിച്ചേ നിൽക്കത്തുള്ളൂ. You will stop only after you അതാ receive. ദൈവദാസന്മാരാണ് നിങ്ങൾ ദൈവസനെ ആരാധിക്കുന്നവരായിട്ട് തീരണം. That is why servants of God say, be people who worship Him. ചിലത് പ്രാപിച്ചാൽ വചനത്തിന്റെ കൂടി അനുഗ്രഹം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് പറക്കാൻ എളുപ്പമാണ്. If you receive along with your deliverance the word of God and worship, you can fly high. Hallelujah. കനം കുറഞ്ഞ ആൾക്കാരും കനം കൂടിയ ആൾക്കാരും ഒരുപോലെ പറക്കും. People who are thin, people who are fat will fly together. ആരായിരിക്കണം നിന്റെ ഉള്ളിൽ? Who is inside you? എന്റെ യേശു ആയിരിക്കണം നിന്റെ ഉള്ളിൽ. Jesus is inside you. യേശു ആണെങ്കിൽ നീ പിന്നെ പറക്കാതെ എവിടെ പോകാനാ? If Jesus is inside you, you will fly high. അവന്റെ വാഹനം ഒരുക്കുമ്പോ അതിനകത്ത് കേറാൻ നീ സന്നദ്ധനായിരിക്കണം. When Jesus is coming back with his vehicle, you must be ready to fly with him. സ്വർഗ്ഗത്തിൽ പോകാനുള്ള പാസ്പോർട്ട് ഉണ്ട് കൈ. You have the passport to go to heaven. എന്താ സ്നാനപ്പെട്ട പേപ്പർ പാസ്പോർട്ട്. But the passport for baptism, ക്ലിയറൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. all the clearance has been done. പരിശുദ്ധന്മാരെല്ലാം നടച്ചതിനെ ക്ലിയറൻസ് ചെയ്തു. All the clearance has been done by the Holy Spirit. ടിക്കറ്റും തന്നു. Ticket also has been given. നീ പോകാവോ? Can you still go? Hallelujah. നീ കേരളത്തിൽ നിന്ന് വന്നപ്പോൾ When you came from Kerala, India, പാസ്പോർട്ടും ഉണ്ട്,
You have the passport. എമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം ശരിയായി, You have all immigration clearance. വിസ റെഡി, The visa is ready. ടിക്കറ്റ് തന്നു, Ticket is given. നിനക്ക് അമേരിക്ക വരാവൂ. Can you still come to America? എന്താ വരാത്ത? Why not? ബോർഡിംഗ് പാസ് ഉണ്ടെങ്കിൽ വരത്തില്ല, ബോർഡിംഗ് പാസും തരാം. We give you the boarding pass also. നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഫ്ലൈറ്റ് വരാതെ നിനക്ക് അമേരിക്ക വരാൻ പറ്റത്തില്ല. You have to get into the flight which has been allotted to you. എന്നാന്ന് പറഞ്ഞാൽ നിന്റെ തമ്പുരാന്റെ ഫ്ലൈറ്റ് വരാതെ നിനക്ക് അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. You cannot get to heaven unless you are in the flight called Jesus Airways. സ്വർഗത്തിനും ഭൂമിക്കും മധ്യസ്ഥനായിരിക്കുന്ന കർത്താവ് ഒരുത്തൻ മാത്രമേ ഉള്ളൂ. There is only one mediator between heaven and earth. His name is Jesus. അവനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. Without him we can do nothing. അങ്ങനെ ചെയ്യാവുന്ന ആർക്കെങ്കിലും അങ്ങനെ പ്രത്യാശ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിഷ്ഫലമായി പോകും, അത് നീ താളടിയായി പോവുകയും. If any of you think you can go to heaven without Jesus, it is an exercise in futility. അവസാനത്തെ വാക്യത്തിലേക്ക് വരാം. I come to the final verse. അവസാനത്തെ വാക്യം. Verse 23. ഒന്നുറച്ച് വായിച്ചത്. ആ നന്മയും കരുണയും എന്റെ ആഴ്കാലമൊക്കെയും മാസ്റ്റർമാരുടെ പുറകെ പിന്തുടരും. Hallelujah. Surely goodness and mercy shall follow me all the days of my life. Isn't it what is written? He said, after you are pastors, വായിച്ച് പറഞ്ഞേ. put it on your hand. Put it on your chest. ആഴ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന്. Put your hand on your chest. അനുസരിക്കുന്ന യേശു ഇടയനാന്ന് പറഞ്ഞവരെ പിന്തുടരും. If Jesus is your shepherd, goodness and mercy shall follow you and me every day of our life. എത്ര പേര് ഇനി പിന്തുടരാൻ How many people are ready to follow? ഹല്ലേലൂയ. Hallelujah. നന്മയും പ്രാപിക്കാൻ പോവുക. You're going to receive something. എവിടെയെല്ലാം നിനക്ക് നന്മ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്നല്ല നീ പ്രാപിക്കുന്നത്. Hallelujah. Wherever you have lost your goodness, today you're going to receive it. നിന്റെ ഹൃദയത്തിന്റെ സമർപ്പണത്തിൽ ദൈവം ഇത് തരാൻ പോവുക. God is going to give it to you in the submission of your heart. ചിലതെല്ലാം ദൈവം അടക്കും. God will stop something. എന്നിട്ട് അടഞ്ഞതൊക്കെ തമ്പുരാൻ തുറന്നു തരും. Oh, God is going to open something. ഏതൊക്കെ അടക്കേണ്ടതാണെന്ന് നീ തീരുമാനിച്ചോളണം. You decide what all you must stop. അതെല്ലാം നീ അടക്കാൻ തയ്യാറാകുമ്പോൾ അടഞ്ഞതെല്ലാം തമ്പുരാൻ തുറന്നു തരും. When you are ready to stop it, God is beginning to open something else. ആഴ്കാലമൊക്കെയും എന്നെ പിന്തുടരും. And the Lord, then He can say all these things will follow us all the days of our life. പത്രം പറയാവോ? Can you say a praise the Lord? എല്ലാ കണ്ണുകളും ദൈവം തന്നെ അടഞ്ഞിട്ട്. Can we all close our eyes? Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. കേട്ട വചനം ഒന്ന് ധ്യാനിച്ചാട്ടെ. Please meditate the word that we heard. Psalm 23. എന്നിട്ട് പറ, അടുത്തിരിക്കുന്നവരെ പിടിച്ചും പറ, ഞാൻ ഇന്ന് അനുഗ്രഹം പ്രാപിച്ചു. Hold somebody next to you and say, ഞാൻ ഇന്ന് അനുഗ്രഹം പ്രാപിക്കും. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഞാൻ എൻ്റെ കുടുംബവും Me and my family, അനുഗ്രഹത്തോടെ നയിക്കും. we'll stand with blessings. നിന്റെ കൃപയാൽ മുന്നോട്ട് പോകും. I go with your grace. നെഞ്ഞത്തടിച്ച് ഞാൻ പറയും, I will say that with my heart. യേശു എൻ്റെ ഇടയനാ. Jesus is my shepherd. എനിക്ക് മുട്ട് വരത്തില്ല. I will not lack. ഇന്നലെ വരെ മുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, If till yesterday you had a problem, ഇന്നു മുതൽ ഈ സമയം മുതൽ from today എനിക്ക് മുട്ടുണ്ടാകത്തില്ല. I will not lack. എന്റെ അടഞ്ഞതല്ല എന്റെ കർത്താവ് തുറന്നു. Everything that is closed will be opened. എന്റെ രോഗമെല്ലാം കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. God is going to touch me and heal me. എന്റെ തലമുറയുടെ അവസ്ഥക്ക് ഒരു വ്യത്യാസം തന്നു. The Lord is going to touch me. ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ തമ്പുരാൻ നടത്തി. The Lord is going to do what പാറയിൽ ഉറപ്പിച്ചു. He is making me to stand on solid rock. എന്റെ കാലിന് ഒരിക്കലും വഴുതി പോകത്തില്ല. My leg will never break. ഇന്നത്തെ വചനം നിന്റെ ജീവനായി തീർന്നു. Today's word has become life. തിരുവത്താഴ് എനിക്ക് പുതുജീവൻ തരുവാൻ ഇടയായി തീർന്നു. Oh, the table has given me new life. എന്റെ രോഗത്തെ തൊട്ട് സൗഖ്യമാക്കി എന്റെ കർത്താവ്. My Jesus has touched my disease. ഹല്ലേലൂയ. Hallelujah. എന്റെ രഹസ്യ രോഗങ്ങളെല്ലാം വിട്ടുമാറി. All your secret diseases are gone away. തമ്പുരാന്റെ കൃപ കൊണ്ട് മാറിപ്പോയി. It is because of the grace of my God. എനിക്ക് ആവശ്യമില്ല. I don't need any more medicine. എന്റെ കർത്താവിന്റെ ശക്തിയുടെ വേപരിച്ചനായ സ്തോത്രം. Oh, the Lord's power is moving here. Hallelujah. 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 Praise the Lord. ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless each one of us with His word.